വിഷു സ്പെഷ്യലായിട്ട് തനി നാടൻ രീതിയിൽ കാരിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 1/4 കിലോ പച്ചരി നല്ലപോലെ കഴുകിയതിനു ശേഷം ഒരു 5 മണിക്കൂർ കുതിർത്ത് അതിന്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇത് പൊടിച്ചതിന് ശേഷം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയൊരു തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 125 ഗ്രാം മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 375 ഗ്രാം ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഒരു ഇളം ചൂടോടുകൂടി തന്നെ ഒരു അരിപ്പ വഴി അരിച്ച് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ മാറ്റി വെക്കാം. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് മാവ് റെഡിയാക്കി ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ സമയത്ത് മാവ് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ടാണ് തോന്നുന്നതെങ്കിൽ ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കാരയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയം ഇതിന്റെ ഓരോ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. മാവ് ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അപ്പം നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയം തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയം ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ മുഴുവൻ കാരിയപ്പവും റെഡിയാക്കി എടുക്കാം.